കാരണം എൻ്റെ പേര് ശശാങ്കുളമാണ്. മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് രാമക്ഷേത്രത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടത്തിയ ദിവസമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനെ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് അടുത്ത തലമുറയിലെങ്കിലും ഈ ഒരു വേർതിരിവോ തമ്മിത്തല്ലോ ഉണ്ടാക്കാൻ ഈ ഒരു അമ്പലവും ഭഗവാൻ രാമനെയും ബലിച്ചിടാതിരിക്കട്ടെ. ഇങ്ങനത്തെ ഒരു വീഡിയോ നാളത്തെ തലമുറയ്ക്ക് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക പ്രത്യേകതരം വിഭാഗത്തിൽ നിന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഈ മണ്ണിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ ഈ മണ്ണിൻ്റെ ഏറ്റവും നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ വിഷയമാണിത്. ഇതിലെല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ പുരാണത്തെയും അതിൻ്റെ വിശ്വാസത്തെയും നമ്മുടെയൊക്കെ പൂർവികന്മാർ ഈ മണ്ണിൽ ജനിച്ച എത്രയോ പൂർവികന്മാരുടെ ആത്മാക്കൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അത് ഏത് മതസ്ഥരായിക്കോട്ടെ. 500 വർഷത്തെ കാത്തിരിപ്പാണെന്നാണ് പറയുന്നത്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജനിച്ച ഏതൊരാൾക്കും ആകെയുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സനാതനം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഇന്ന് അവിടെ ഉയർത്തിയ കൊടി എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ക്ഷേത്രം കംപ്ലീറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഉയർത്തേണ്ട കൊടിയാണ്. അവിടുത്തെ ദൈവികത്വത്തെയും അതേപോലെ തന്നെ അവിടുത്തെ ദേവന്മാരുടെയും ദേവിമാരുടെയും പ്രസൻസ് വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊടിയാണത്. അതേപോലെ തന്നെ ആ കൊടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 അടയാളങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് സൂര്യഭഗവാനാണ്. ഭഗവാൻ രാമൻ ആ ഒരു സൂര്യവംശത്തിൽ നിന്ന് സൂര്യനെ കുലദേവതയെ കാണുന്ന ഒരു രാജവംശത്തിൽ നിന്നുള്ള ഭഗവാനാണ് എന്നുള്ളതാണ് വിശ്വാസം. 2 എന്ന് പറയുന്നത് ഓം എന്ന് പറയുന്ന ശബ്ദം. ഓം എന്ന് പറയുന്ന ശബ്ദം നമുക്കറിയാം ആദിമ ശബ്ദമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്പിരിച്വൽ, അതായത് ആത്മീയതയുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു മന്ത്രമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. 3 എന്ന് പറയുന്നത് കോവിതാരം എന്ന് പറയുന്ന വൃക്ഷം. വാൽമീകിയുടെ രാമായണത്തിലുള്ള അയോധ്യയുടെ പഴയ അയോധ്യ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കിങ്ഡം രാജകുടുംബത്തിൻ്റെ അല്ലെങ്കിൽ രാജവംശത്തിൻ്റെ ഒരു അടയാളമായിട്ട് വാൽമീകിയുടെ രാമായണത്തിൽ രേഖപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു സംഭവമായിട്ട് ഇത് ചേർന്ന് കിടക്കുന്നുണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ നാളത്തെ തലമുറയിൽ ഒരു പ്രത്യേകതരം വിഭാഗത്തെ ബ്രെയിൻ വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ നാടിനെ എതിരാക്കാനോ ഈ നാട് നിങ്ങളുടേതല്ല, നിങ്ങളുടെ മണ്ണല്ല എന്ന് പറയാൻ വേണ്ടി ഈ ഒരു മുഹൂർത്തത്തെ ഒരിക്കലും ആരും വളച്ചൊടിക്കാൻ പാടില്ല. കാരണം കാവിക്കൊടിയും ധ്വജവും അതേപോലെ തന്നെ പലതരത്തിലുള്ള കഥകളും പറഞ്ഞുകൊണ്ട് അടുത്തൊരു തലമുറയെങ്കിലും നശിപ്പിക്കാതിരിക്കണം. അങ്ങനത്തെ വിഷയങ്ങൾ നമ്മുടെ മണ്ണിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. സനാതന ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനമാണ് നടന്നിരിക്കുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു ധർമ്മമാണ് എന്നുള്ളത് ഇനിയുള്ള തലമുറ പഠിക്കണം. ഇന്ന് അവിടെ ഉയർത്തിയിരിക്കുന്ന കൊടിയിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരുടെ പൂർവികന്മാരും ഉണ്ട്. ഭഗവാൻ രാമൻ എന്ന് പറയുമ്പോൾ, രാമരാജ്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സമത്വവും എല്ലാവർക്കും ഏകതയും ലഭിക്കുന്ന ഒരു സുന്ദരമായ ഭരണം കാഴ്ചവെക്കുന്ന രാമരാജ്യമായിട്ടാണ് ഭഗവാൻ രാമൻ്റെ നമ്മൾ എല്ലാ കാലത്തും കേട്ടിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ യുഗത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇതിന് മുകളിൽ ഈ ഒരു കൊടിയും ധ്വജവും വെച്ചുകൊണ്ട് ഉപജീവനം നടത്താനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഈ രാജ്യത്തിനുള്ളിൽ തന്നെ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും പറയാനോ ആളുകൾ ശ്രമിക്കരുത്. തലമുറയെ വഴിതെറ്റിക്കരുത്. അതിനുവേണ്ടി